I didn't expect this to happen. Let me tell you how we ended up in this situation. അതിനൊന്ന് നമുക്ക് ചെറുതായിട്ട് റിവൈൻഡ് ചെയ്ത് രാവിലെ എത്താം. ഹായ്, വെൽക്കം. ഇറ്റ്സ് എ സാറ്റർഡേ ആൻഡ് ഞങ്ങളിന്ന് ബാഡ്മിൻ്റൺ കളിക്കാൻ പോവാം. യൂഷ്വലി ഞങ്ങളൊരു സൺഡേ റൊട്ടീനാണ്, പക്ഷേ നാളെ നമ്മൾ ലണ്ടൻ പോകുന്നുണ്ട്, ഇന്നത്തേക്കാക്കി. വി ആർ റണ്ണിങ് എ ബിറ്റ് ലേറ്റ് ആസ് ഓൾവേസ്. പക്ഷേ ദിസ് ഇസ് സംതിങ് വി റിയലി ലുക്ക് ഫോർവേഡ് ടു. ഓക്കെ, ബാക്കി എല്ലാ ദിവസവും ജിം, ഓഫീസ്, അങ്ങനെ റൊട്ടീനിൽ പോകുമ്പോൾ ബാഡ്മിൻ്റൺ ഇസ് സംതിങ് വി ആബ്സല്യൂട്ട്ലി ലവ്. എന്ന് വെച്ചാൽ ഞാനൊരു നല്ല പ്ലെയർ ഒന്നും അല്ല, ഐ എം സ്റ്റിൽ ലൈക്ക് ലേണിങ്. പക്ഷേ ദിസ് സംതിങ് റിയലി ലുക്ക് ഫോർവേഡ്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ബാഡ്മിൻ്റൺ കളിക്കുമായിരുന്നു, പിന്നെ അതതിന് കുറേ കാലം കളിക്കുന്നില്ലായിരുന്നു. അതിപ്പോഴാണ് ലൈക്ക് ഒരു മാസമായിട്ട് ഇതൊരു റെഗുലർ ആക്ടിവിറ്റി ആയിട്ട് വി ഹവ് പിക്ക്ഡ് ഇറ്റ് അപ്പ് ആൻഡ് ബോത്ത് ഓഫ് us love it. So let's go play badminton. വണ്ട് കഴുകാൻ വന്നേക്കുകയാണ്. എനിക്ക് ഓട്ടോമാറ്റിക് കാർ വാഷ് ഭയങ്കര ഇഷ്ടം, കാരണം നമ്മളിങ്ങനെ അതിനകത്തൂടെ പോകുമ്പോൾ ഇങ്ങനെ കഴുകി കിട്ടും. പക്ഷേ വൈഷുവിന് ഈ മനുഷ്യരെ കൊണ്ട് പണിയെടുപ്പിക്കണം, എക്സ്പ്ലോയിറ്റിംഗ് ചീപ്പ് ലേബർ, അതാണ് ഇഷ്ടം. I don't want humans' jobs to be replaced with robots. What would you think like that? Humanitarian balance. And I also think that ഇതിലെ വണ്ടി കൂടുതൽ ക്ലീൻ ആവുന്നതിന് സ്ക്രാച്ച് വരത്തില്ല മറ്റേനകത്ത് കയറ്റിയാൽ. അല്ല, മറ്റേനകത്ത് കയറ്റി സ്ക്രാച്ച് വരും കാറിൽ. Because I don't own a car. I do drive. ഞാനിപ്പോൾ ഡ്രൈവ് പഠിക്കുന്നുണ്ട്, പക്ഷേ അതുകൊണ്ട് എനിക്കറിയത്തില്ല. We'll see what do I do when I get a car. ഇത് പതയല്ലേ ഇത്? എന്തുവായാലും വെളുപ്പിന് എന്തിനൊക്കെ അടിക്കുന്നു. പശുക്കുന്നുണ്ടോ? ഇല്ല, കോഫിയുടെ രാവിലെ ഒരു മഹാനാണ് കോഫി ഉണ്ടാക്കിയത്. നല്ല സോപ്പിട്ട് എഴുതുന്നുണ്ടല്ലേ. സൗദിയിലൊക്കെ ബംഗാളി ചേട്ടന്മാരാ നമ്മുടെ ലൈക്ക് ഐ ഷുഡന്റ് സേ ലൈക്ക് ദാറ്റ്, പക്ഷെ ബംഗ്ലാദേശി എന്നുള്ള ആളുകളാണ് അവിടെ വണ്ടി എഴുതുന്നത്. അപ്പൊ അവര് ഒരു ബക്കറ്റും ഒരു സ്പോഞ്ചും അതിൽ കുറച്ച് വെള്ളവും കാണും. ആ ഒരു ബക്കറ്റ് വെള്ളത്തിൽ അവര് 8-10 കാറ് കഴുകും, ആൻഡ് നല്ല ക്ലീൻ ആയിട്ട് കഴുകും. ഐ ഡോണ്ട് നോ എന്ത് ടെക്നോളജി അവർ ഉപയോഗിക്കുന്നതെന്ന്, പക്ഷെ മാനമായിട്ട് ക്ലീൻ ചെയ്യും. അത് ഈ മുക്കും ആ സ്പോഞ്ച് വെച്ച് തുടക്കി ഒരു തുണി വെച്ച് തുടച്ച് റീഫിൽ ചെയ്യണമെങ്കിലോ? എവിടെ റീഫിൽ ചെയ്യും എനിക്കറിയത്തില്ല. അതൊരു പ്രത്യേക ഒരു ടെക്നോളജി ഉണ്ട്, മാജിക്. കുളി കഴിഞ്ഞു, പക്ഷെ നമുക്ക് റെഡി ആയിട്ടാണ്. സാറ്റർഡേ ആണ്, വേറെ വലിയ പ്ലാനൊന്നുമില്ല. ബാഡ്മിൻ്റൺ കഴിഞ്ഞു, ഇനി ഞങ്ങൾ ടൗണിൽ പോകും. വെറുതെ ഞാൻ നടക്കും. പക്ഷേ ഇപ്പം നമുക്ക് ഫുഡും കൂടെ കഴിക്കണമെന്നുണ്ട്, കാരണം ലഞ്ച് കഴിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇവിടുന്ന് നടന്നൊരു 20 മിനിറ്റ്സോളം എടുക്കും ടൗൺ എത്തുമ്പോൾ. അപ്പോൾ കുറച്ചുകൂടെ വിശക്കും, കുറച്ചുകൂടെ കാലറി വേണം, അപ്പോൾ നല്ലൊരു ഫുഡ് കഴിക്കാം. എങ്ങനെ മനസ്സിലായത്? മാത്ത് ഇസ് മാത്തിങ് റൈറ്റ്. അപ്പോൾ ടൗണിൽ പോവാം, ഫുഡ് കഴിക്കാം, പിന്നെ അങ്ങോട്ട് നമുക്ക് കാണാം. പാർക്കിൽ പോയാൽ കൊള്ളാമെന്നുണ്ട്. വിൽ സി. നല്ല വെതറല്ലേ, ബ്രിട്ടീഷ് സമ്മേഴ്സ് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വെതറാണ്. ഇതാണ് ആബി റൂയിൻസ്. എല്ലായിടത്തും ഇച്ചിരി റൂയിൻസ് കാണും. ഞാൻ റെഡിങ്ങിൽ ഇപ്പം താമസിക്കാൻ വേണ്ടിയിട്ട് ക്ലോസ് ടു 3 വർഷത്തോളം ആകുന്നു. ലൈക്ക് 3 ആയിട്ടില്ല, 3 ആവും. പക്ഷെ ഞാൻ ആബി റൂയിൻസിൽ വന്നിട്ടില്ല. എന്നാൽ അടുത്താ, ലൈക്ക് 2-3 മിനിറ്റ്സ് ഓക്കെ ഉള്ളൂ ടൗണിൽ നിന്ന്. അപ്പോൾ ആദ്യമൊക്കെ വരുന്നേ. എനിക്കിൻ്റെ ഹിസ്റ്ററി ഒന്നും അറിയത്തില്ല. നിങ്ങൾ യോർക്ക് വ്ളോഗിലും കണ്ടിട്ടുണ്ടായിരിക്കും ഫൗണ്ടൻസ് ആബി. അതും ഇതുപോലൊരു റൂയിൻസ് ആയിരുന്നു. അതുപോലെ തന്നെ ഇത് ഹെൻറി ദ 8th സമയത്ത് ഉണ്ടായിരുന്ന ഒരു മോങ്സിൻ്റെ മൊണാസ്ട്രി ആയിരുന്നു. അത് താമസിക്കുന്ന സ്ഥലമായിരുന്നു.
അതിപ്പം ഈ പരുവത്തിലായി. അതാണ് ഇതും. ഇങ്ങനെ ഇരുന്ന സ്ട്രക്ചറാണ് ഇപ്പോൾ ഇങ്ങനെ ആയിരിക്കുന്നത്. It's kind of huge. അങ്ങനെ റെഡിങ്ങിൽ ടൂറിസ്റ്റൊക്കെ വന്ന് എക്സ്പ്ലോർ ചെയ്യാനും വേണ്ടി അങ്ങനെ വലിയ ഹിസ്റ്ററി അങ്ങനെ സ്ഥലങ്ങളായിട്ട് എനിക്ക് അറിയത്തില്ല. ആകെ അറിയാവുന്നൊരു ഇതും പിന്നെ ഒരു റെഡിങ്ങിലൊരു മ്യൂസിയം ഉണ്ട്, അത് രണ്ടേ ഉള്ളൂ. പിന്നെ ഒരു പാർക്കുണ്ട്. അധികം ടൂറിസ്റ്റുകൾ വരാത്തൊരു സ്ഥലമായതുകൊണ്ട് ഇപ്പം തിരക്കില്ല. ഗോഗിൾസ് മേടിച്ചു. ഇന്ന് പാർക്ക് ഭയങ്കര ക്വയറ്റാ. ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നാൽ ഭയങ്കര തിരക്കായിരുന്നു. പക്ഷെ കുറച്ചുകൂടെ സണ്ണി ആയിരുന്നു തോന്നുന്നു കഴിഞ്ഞ ആഴ്ച. അപ്പൊ ഞാൻ ആഴ്ചയായിട്ട് വരണം. അന്നോടെ കുറെ ഫുഡ് പോപ്പപ്സും കുറെ ട്രക്കും ഒക്കെ ഉണ്ടായിരുന്നു. Hi all, welcome to my YouTube channel. ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതെന്താണ് പേര്? Fun with Wifey. I need something to drink, something iced. അതാണ് കാട്ടിലെ നേരം. നമ്മൾ വീട്ടിലോട്ട് നടക്കുക. പക്ഷെ ഇപ്പൊ ചെറുതായിട്ട് മഴക്കോളുണ്ട്. മഴ പെയ്യാതിരിക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങള് കുറച്ച് ലോങ് റൂട്ടാ വീട്ടിലോട്ട് എടുത്തേക്കുന്നത്. ഞാൻ മൈക്ക് മേടിച്ചു, പക്ഷെ ഞാൻ കണക്ട് ചെയ്തില്ല. അപ്പൊ ഈ പറയുന്നത് കേട്ടില്ലെങ്കിൽ ഞാൻ വോയിസ് റെക്കോർഡ് വോയിസ് ഓവർ ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ഞാൻ മൈക്ക് മേടിച്ചു എന്ന്. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാം ഇത് പറയുന്നത് എത്ര ക്ലിയർ ആയിട്ട് കിട്ടും. ഞാൻ ഇവിടെ മൈക്ക് വെച്ചിട്ടുണ്ട്. നല്ലപോലെ വണ്ടി പോകുന്ന ശബ്ദമുണ്ട്. നേരത്തെ ഇതുവരെ കേട്ട എല്ലാം മൈക്ക് ഇല്ലാത്ത ഓഡിയോയാ. ഇപ്പം നിങ്ങൾ കേൾക്കുന്ന മൈക്കുള്ള ഓഡിയോയാ. നമുക്ക് നോക്കാം എത്രത്തോളം കേൾക്കാം. നമ്മൾ വെരി ക്യൂരിയസ് എന്തായിരിക്കും. അപ്പം അത് ഹോളി ലാൻഡിൻ്റെ A1 എന്തോ അങ്ങനെ എന്തോ പറയുന്ന ഒരു മൈക്കാണ്. നമ്മൾ ഈ മന്ത് എൻഡ് സ്കോട്ട്ലൻഡ് ട്രിപ്പ് പോകുന്നുണ്ട്. അപ്പോൾ പോകുമ്പോൾ എനിക്ക് വ്ളോഗ് ചെയ്യുമ്പം നോയ്സ് പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ മൈക്ക് മേടിച്ചത്. അപ്പം ഇന്നാണ് ടെസ്റ്റിംഗ് ഉദ്ഘാടനം. ഇപ്പോൾ തന്നെ അത്യാവശ്യം വണ്ടി സൗണ്ട് കേൾക്കാണല്ലോ അല്ലേ? ഇപ്പം ഞങ്ങൾ 16 സ്റ്റെപ്പിൽ കൂടുതൽ നടന്നിട്ടുണ്ട്. ബേസിക്കലി ഞങ്ങൾ 2 പേരുടെ ഓഫീസിൽ ഒരു ഫിറ്റ്നസ് ചലഞ്ച് ഉണ്ട്. നമ്മൾ ഇത്ര നടക്കണം. വൈശാഖിൻ്റെ അവിടെ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് ചെയ്തിട്ട് ഓരോ ടീമും ഇത്ര ഏറ്റവും കൂടുതൽ സ്റ്റെപ്സ് ഏത് ടീം നടക്കുന്നോ അങ്ങനെ എന്തോ ചലഞ്ചാണ്. എൻ്റെ ഓഫീസിൽ നമ്മൾ 3K a day. അപ്പം ഈ മെയ് മന്ത് ഫുൾ നമ്മൾ 3K കംപ്ലീറ്റ് ചെയ്യണം ഡെയിലി. അപ്പോൾ 3 കിലോമീറ്റർ. ബേസിക്കലി ഇത് നാഷണൽ വാക്കിംഗ് മന്താണ്. അപ്പോൾ അതുകൂടെ വെച്ചിട്ടായിരിക്കും. പിന്നെ ഒരുപാട് ഇങ്ങനെ എന്തായിരുന്നു ഈ ക്യാൻസർ അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലും ഒരു സോഷ്യൽ കോസിനുള്ള ഒരുപാട് ആക്ടിവിറ്റീസാണ്. ഇത് അതുമായിട്ട് ലിങ്ക്ഡാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ജനറലി ഒരു നാഷണൽ വാക്കിംഗ് മന്തിന് വേണ്ടി ചെയ്യുന്നൊരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെക്കാറുണ്ട്. അപ്പം ഞങ്ങൾ 2 പേർക്കും അങ്ങനെ ആക്ടിവിറ്റീസ് വരുന്ന ഒരു സമയത്ത് വളരെ കുറവാണ്. എൻ്റെ ഓഫീസിൽ റെഗുലർ പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും നടക്കുന്നത്. പക്ഷേ ഞങ്ങൾ ഇപ്പോൾ ആക്ച്വലി ടയേർഡായി തുടങ്ങി. കാരണം നമ്മൾ ബാഡ്മിൻ്റൺ കളിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ടൗൺ വരെ നടന്നു. എന്നിട്ട് ഞങ്ങളിപ്പോൾ ടൗണിൽ നിന്ന് കുറച്ച് നേരം അവിടെ കിടന്നു. എന്നിട്ട് ഇപ്പോൾ തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് ലോങ്ങസ്റ്റ് റൂട്ട് എടുത്ത് പോവുക. അപ്പോൾ ഇപ്പോൾ കാഫിനൊക്കെ ആ ഒരു ക്ഷീണം വന്നിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കൈക്ക് ക്ഷീണമുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് വീഡിയോ നിർത്തുക. ഹലോ, മൈക്ക് ടെസ്റ്റിംഗ്. നല്ല കാറ്റുണ്ട്. ഈ കാറ്റ് തന്നെ സൗണ്ട് എത്ര കേൾക്കുന്നുണ്ട്. അയ്യോ, കണ്ണിലോട്ട് വരെ പൊടി പോകുന്ന പോലെ കാറ്റ്. നേരത്തെ ഞാൻ പറഞ്ഞു ഇന്ന് കാറ്റില്ല. എല്ലാം ഞാൻ തിരിച്ചെടുത്ത്. കൊടയുമില്ല. I didn't expect this to happen. Oh shit. I'm like fully drenched. നമ്മൾ വീടെത്തിയിരിക്കുകയാണ്.
It was fun. നല്ല വിളക്കിടൊക്കെ ഉണ്ട് ഇവിടെ. ചപ്പാത്തിക്ക് മാവ് ഇതെന്താ തിന്നാവോ? നല്ല മാരിനേഷൻ ഞാനാ ചെയ്തതാ. ചിക്കൻ ചുമ്മാ പ്ലീസ് മാരിനേഷൻ ഗുത്തി ഉണ്ട്. അതല്ല ഞാൻ പറഞ്ഞത്, ചിക്കൻ ചുമ്മാ ചൂടുവെള്ളത്തിൽ വേവുന്നാ പറഞ്ഞത്. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, പക്ഷെ അത് കിട്ടിയില്ല വോയിസിൽ. വൈശാഖ് എപ്പോഴും എന്താ ഈ സബ്വേയുടെ ടീഷർട്ട് ഇടുന്നത്, പക്ഷെ അവിടെ പാർട്ട് ടൈം ചെയ്ത് ഞാൻ നാൻഡോസ് പ്രൈമാർക്കൊക്കെ, പക്ഷെ എനിക്ക് അവിടെ നിന്നൊക്കെ ടീഷർട്ട് ഇട്ട് റിട്ടേൺ ചെയ്യേണ്ടി വന്നു. മോർസൺസിൽ ഞാൻ ഒരു മാസം ഇവിടെ റെഡിങ്ങി വന്നപ്പോൾ വർക്ക് ചെയ്തായിരുന്നു. പക്ഷേ ആ ഉടുപ്പ് അത് മറ്റേ സ്വെറ്ററൊക്കെ ഉണ്ടായിരുന്നു, കാരണം ഞാൻ മറ്റേ ഇൻവെൻട്രി ചെക്കിങ് അതായിരുന്നു, കോഡ് ചെക്കറായിരുന്നു. അപ്പം മറ്റേ ഫ്രോസൺ ഫുഡും എല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു സ്വെറ്ററൊക്കെ, പക്ഷെ അതൊക്കെ ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ കൊടുത്തു, ഞാൻ ഡൊണേറ്റ് ചെയ്യുമോ അല്ല, ഞാൻ അത് റീസൈക്ലിങ്ങിന് കൊടുത്തു, കാരണം ഞാൻ അത് ഇടത്തില്ല, അത് മനസ്സിലായി. പക്ഷേ ഇതെന്തോ ഈ ഒരു ടീഷർട്ടിനോട് പക്ഷേ അത് പ്രത്യേക ഒരു പ്രേമമുണ്ട്. അതാ എന്നോടുള്ള സ്നേഹത്തിനേക്കാളും പുള്ളി. ഞങ്ങളിവിടെ സപ്തമസ്ത്രീ തസ്കരഹ ഇട്ടേക്കുക. വൈൽഡ് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല സെറ്റപ്പ് ഫുഡ്. ഇനി ഞാൻ പ്രത്യേകിച്ച് വ്ളോഗ് നീട്ടുന്നൊന്നുമില്ല. So that's all for today. Hope you all enjoyed watching my vlog. If you did, please do like, and if you're new to my channel, don't forget to subscribe. Until see you in the next video.